ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സെനറ്റ് അതിനുശേഷം ജൂണിലാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ സർക്കാർ പേപ്പർ അത് പറഞ്ഞിട്ടുള്ളത് മെയ് 28 മാത്രമാണ് HOD നിന്ന് കത്ത് ലഭിച്ചത് എന്നാണ്. അപ്പോൾ ശരിക്കും ആരിസിനെ കൊടുക്കാൻ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ വസതിയിലിരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസായിട്ട് എടുത്തിട്ടും തീർന്നില്ല. ഇനി ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത്. അപ്പോൾ അത് ഗവൺമെൻറ് ഇതെല്ലാം വളച്ചൊടിക്കുകയും എന്തിനാ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണ കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ല, പരിഹാരം ഉണ്ടാകണമല്ലോ. വിദ്യാഭ്യാസ രംഗത്തെ പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഉണ്ടായ സംഭവം നിസ്സാരമായ ഒരു കാര്യം ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ്. ഒരു കാരണവശാലും അത്തരം നിസ്സാരമായ വിഷയങ്ങൾ അപ്പം തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുത്തതിൻ്റെ പേരിലുണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ എന്തിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നു? മോഷണ കേസിൽ പോലും പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിക്ക് പറഞ്ഞ വാക്കിന് വിലയില്ല, ആരോഗ്യമന്ത്രി വാക്ക് പാലിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്.